ഓക്കെ, ക്ലിയർ അല്ലേ? സൗണ്ട് ക്ലിയർ അല്ലേ? ഓക്കെ ആണ് സാറേ, റെഡിയാണ്. സ്റ്റാർട്ട് ചെയ്യാലോ അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം സാർ. ഓക്കെ, ഒറ്റ സെക്കൻഡ്. ഓക്കെ സാർ. ഓക്കെ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇന്നത്തെ ദിവസം നിങ്ങളെല്ലാവരുമായിട്ട് ഒരു 1/4 മണിക്കൂർ നേരം സംസാരിക്കാൻ പറ്റുക എന്നുള്ളത് തന്നെ ദൈവത്തിന്റെ ഏറ്റവും വലിയ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇന്നും ജീവിതത്തിനകത്ത് പല ആളുകൾക്കും രാവിലെ ആരോഗ്യത്തോടുകൂടി എഴുന്നേൽക്കാൻ പറ്റാത്ത ഒരുപാട് ആളുകൾ ഭൂമിയിലുണ്ട്. അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ടും പ്രയാസമുള്ള ഒരുപാട് ആളുകളെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. സോ എനിവേ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവം ആരോഗ്യം വളരെ നല്ല രീതിയിനകത്തുള്ള എല്ലാ സ്കില്ലും കഴിവൊക്കെ തന്ന് ഈ സൂമിനകത്ത് നമുക്ക് കയറാൻ പറ്റിയതിന് ദൈവത്തിനോട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാവൂല. സോ എനിവേ, എന്തായി കഴിഞ്ഞാലും ഇന്നത്തെ ദിവസം നിങ്ങളൊക്കെ ലൈഫിനകത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിനകത്തുള്ള സാമ്പത്തികപരമായിട്ടും മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും നല്ല രീതിയിനകത്തുള്ളൊരു ദിവസം ഇന്നത്തെ ദിവസം ആകട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ഒരു മീറ്റിംഗ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എനിവേ, ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം എക്സൈറ്റ്മെന്റും വളരെയധികം സന്തോഷം നിറഞ്ഞ ദിവസങ്ങളായിരുന്നു ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട്. കാരണം ഇന്നലെ നമ്മളെ റോയൽ ഡയമണ്ട് ആയിട്ടുള്ള മുബിൻ മുഹമ്മദ് സാർ നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നു. എന്റെ വീട്ടിനകത്തേക്ക് വരാൻ പറ്റിയിട്ട് എന്റെ ലൈഫിനകത്ത് കിട്ടിയ ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ ആയി എന്റെ ജീവിത ലൈഫിനകത്ത് കിട്ടാവുന്നതിലെ ഏറ്റവും നിർണായകം. കാരണം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ത്യൻ ഡയറക്ട് സെല്ലിങ്ങിന്റെ ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് മുബിൻ സാർ. ദ സെയിം ടൈം പുള്ളിന്റെ ഇന്ന് MI ലൈഫ് സ്റ്റൈലിനകത്ത് ഏറ്റവും കൂടുതൽ ഏർണിങ്സ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് മുബിൻ മുഹമ്മദ് സാർ. പുള്ളി എന്റെ വീട്ടിനകത്തേക്ക് വന്നിട്ട് നമുക്ക് 1 മണിക്കൂർ നേരം സ്പെൻഡ് ചെയ്ത് വീട്ടിനകത്ത് നമ്മൾ ഫാമിലിയുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യാൻ പറ്റിയാൽ വളരെയധികം സന്തോഷം. കാരണം എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാല് അത്രയും ഒരു ലെവലിൽ നിൽക്കുന്ന ഒരു വ്യക്തി നമ്മളെ ഫാമിലിയുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ ഒരു നാഷണൽ ടീം കോർഡിനേറ്റർ എന്നുള്ള ലെവലിൽ എല്ലാവരും വീട്ടിലും പുള്ളി എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. എന്റെ വീട്ടിനകത്തും പുള്ളിക്ക് വരാൻ തോന്നി, വരാൻ പറ്റി, കുറച്ചു നേരം ഫാമിലിയുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യാൻ പറ്റിയ വളരെയധികം സന്തോഷം. കാരണം ഇതിനൊക്കെ ഉള്ള ഒരു അവസരം ഒരുക്കി തന്നിട്ടുള്ളതാണ് നമ്മൾ സക്സസ് ബറി ഗ്ലോബൽ ആയിട്ടുള്ള മനോജ് സാർ എന്നുള്ള വ്യക്തിയുടെ ആ ഒരു ഇടപെടലും ആ ഒരു ബിസിനസ്സിനകത്ത് എനിക്ക് വരാൻ പറ്റിയതിലും ഈ ബിസിനസ്സിനകത്ത് എന്നെ കറക്റ്റ് ആയിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റിയതിലും ഈ ബിസിനസ്സിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റിയതിലും എനിക്ക് വളരെയധികം സന്തോഷം. എത്ര നന്ദി പറഞ്ഞാലും ആ ഫാമിലിക്ക് മതിയാവൂല. എനിവേ, എന്തായി കഴിഞ്ഞാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ഈ ബിസിനസ്സിനകത്ത് വന്നിട്ടുള്ളത്, നമ്മളൊക്കെ ജീവിതത്തിനകത്ത് വളരെ വലിയ രീതിയിനകത്തുള്ള ഒരു 90-95% ആളുകളും ഈ ബിസിനസ്സിനകത്ത് കടന്നു വരുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിനകത്തുള്ള ഒരു സാമ്പത്തികം ക്രിയേറ്റ് ചെയ്യാനും നല്ലൊരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ ഈ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിനകത്ത് കടന്നു വരുന്നത്. ഒരു പക്ഷെ ജീവിച്ചു പോകാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് ചെയ്യുന്ന ജോലികൾ തന്നെ ചെയ്താൽ നമുക്ക് പ്രയാസ പ്രതിസന്ധികളൊക്കെ ലൈഫിനകത്ത് ഉണ്ടാവും. എന്നാലും നമുക്ക് ജീവിച്ചു പോകാനുള്ള സുഖ സൗകര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും. സ്റ്റിൽ എന്തുകൊണ്ട് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിനകത്ത് MI ലൈഫ് സ്റ്റൈൽ ബിസിനസ്സിനകത്ത് നമ്മൾ വരുന്നു? നമ്മൾ എന്തുകൊണ്ട് നമ്മൾ ഓർഗനൈസേഷനുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ എല്ലാ കാര്യത്തിനും ത്യാഗം ചെയ്ത് നമ്മൾ മുന്നോട്ട് നീങ്ങി പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ ലൈഫിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ലൈഫ്, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് ഉണ്ട്, നമ്മൾ ഇന്ന് ജീവിച്ചും കൊണ്ടിരിക്കുന്ന ഒരു ജീവിതമുണ്ട്. ഈ ജീവിച്ചും കൊണ്ടിരിക്കുന്ന ജീവിതത്തിനകത്ത് ഒരു എക്സ്ട്രാ ഓർഡിനറി ലൈഫ് സ്റ്റൈൽ നമ്മൾ ഈ ബിസിനസ്സിനകത്ത് ക്രിയേറ്റ് ചെയ്തെടുക്കാനാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യണത്, ഈ ബിസിനസ്സിനകത്ത് നമ്മൾ വരുന്നത്. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് നമുക്കൊക്കെ ഇന്ന് ഈ ബിസിനസ്സിനകത്ത് കൂടി 2 മുതൽ 5 വർഷം സീരിയസ് ആയിട്ട് ഈ ബിസിനസ് നെഞ്ചിലേറ്റിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, സ്റ്റിൽ ഞാൻ വീണ്ടും പറയും, നെഞ്ചിലേറ്റ് ഹൃദയത്തിലേക്ക് ഏറ്റിട്ട് ഈ ബിസിനസ് നമുക്ക് 2 മുതൽ 5 വർഷം ആത്മാർത്ഥതയോടുകൂടി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളൊക്കെ ലൈഫിനകത്ത് നിങ്ങൾ എന്താണ് നിങ്ങളെ ലൈഫിനകത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ആ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഈ ബിസിനസ്സിനകത്തൂടെ ദൈവങ്ങൾക്ക് തന്നിരിക്കും. സോ അതെന്ത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ലോക ഡയറക്ട് സെല്ലിംഗ് ഹിസ്റ്ററിനകത്ത്, എസ്പെഷ്യലി ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് ഹിസ്റ്ററിനകത്ത് കഴിഞ്ഞ ഞാന് MI ലൈഫ് സ്റ്റൈൽ ബിസിനസ്സിനകത്ത് ഞാൻ ജോയിൻ ചെയ്തിട്ട് 7 വർഷം കഴിഞ്ഞു. ഈ 7 വർഷത്തിനിടയിൽ ഡയറക്ട് സെല്ലിംഗ് ഫീൽഡിനകത്ത് ഞാൻ ഓൾമോസ്റ്റ് 15, 16, 17 വർഷത്തെ എക്സ്പീരിയൻസ് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിനകത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്.
ഈ ഒരു 16-17 വർഷത്തെ എക്സ്പീരിയൻസിനകത്ത് എനിക്ക് കാണാൻ പറ്റിയ ഏറ്റവും വലിയൊരു സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് വരെ ഈ 17 വർഷത്തിന്റെ എക്സ്പീരിയൻസിനകത്ത് ഇന്ന് വരെ കാണാത്ത ഗ്രോത്തും, ഇന്ന് വരെ കാണാത്ത മൊമെന്റ്, ഇന്ന് വരെ കാണാത്ത ഒരു ബിസിനസിന്റെ സ്പീഡാണ് ഇപ്പം ബിസിനസിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഞാൻ ഓപ്പൺലി ഞാൻ പറയും, കഴിഞ്ഞ മന്ത് ബിസിനസ് ക്ലോസ് ചെയ്ത സമയത്ത് ഒരു പക്ഷേ എന്റെ ബിസിനസിനകത്ത് കഴിഞ്ഞ ഒരു 3-4 വർഷത്തിന്റെ അങ്ങോട്ടേക്ക് ക്രിയേറ്റ് ചെയ്തതിന്റെ ഏറ്റവും കൂടുതൽ ബിസിനസ് ക്രിയേറ്റ് ചെയ്ത ഒരു മന്താണ് കഴിഞ്ഞ മാസം. എസ്പെഷ്യലി ഒരുവിധം എല്ലാവർക്കും ഓൾ ഓവർ ഇന്ത്യയിൽ ഡയറക്ട് സെല്ലിങ്ങിന്റെ ബമ്പം ഗ്രോത്ത് ആണ് നടക്കുന്നത്. നിങ്ങൾക്ക് ഇതിന്റെ ഒക്കെ എക്സ്പീരിയൻസ് കിട്ടാൻ ഒരു കാര്യം ചെയ്താൽ മതി. നമ്മളെ PUC സെന്ററുകളിൽ ഒന്ന് വ്യാഴാഴ്ച വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ PUC സെന്ററിൽ പോയാൽ മതി. നമുക്കറിയാൻ പറ്റും അവിടുത്തെ തിരക്കുകൾ. അതുപോലെ തന്നെ വെള്ളിയാഴ്ച എന്നുള്ള ദിവസത്തിനകത്ത് PUC സെന്ററിൽ നിന്ന് ഓരോ PUC സെന്ററിലേക്കും കയ്യും കാലും കുത്താൻ പറ്റാത്ത രീതിയിനകത്തുള്ള തിരക്കുകളാണുള്ളത്. സോ അതാണ് ഈ ബിസിനസിനകത്തുള്ള ഗ്രോത്ത് നിങ്ങൾ നോക്കേണ്ടത്. എല്ലാ PUC സെന്ററിലും, എല്ലാ PUCയിലും ബിസിനസിനോട് എല്ലാവരും ചോദിക്കുന്ന സമയത്ത് അവരെല്ലാവരും പറയുന്നുണ്ട് കഴിഞ്ഞ 2-3 മാസമായിട്ട് പമ്പം ഗ്രോത്ത് ആണ് ബിസിനസിനകത്ത് നടക്കുന്നത്. എന്താണത്? എസ്പെഷ്യലി കേരളത്തിൽ നല്ല ഗ്രോത്ത് ഉണ്ട്. അതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ ഒന്ന് മാത്രമാണ്. കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുന്നാണ് കേരള സർക്കാർ ഔദ്യോഗികമായിട്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിനകത്ത് എന്ത് ചെയ്തത്? ഒരു മോണിറ്ററിംഗ് മെക്കാനിസം കൊണ്ടുവന്നതും അതിന് ആനുപാതികമായിട്ട് കേരള സർക്കാർ ഔദ്യോഗികമായിട്ട് മുഖ്യമന്ത്രി തന്നെ വന്നിട്ട് ഈ ബിസിനസിന് എന്ത് ചെയ്ത് ഉദ്ഘാടനം ചെയ്തിട്ട് ജനങ്ങളോട് അഭിസംബോധന ചെയ്തിട്ടുള്ളത്. അതിന്റെ ഇങ്ങോട്ടേക്ക് വളരെ വലിയ രീതിയിലകത്തുള്ള മാറ്റാണ് ഡയറക്ട് സെല്ലിങ്ങിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇൻഡിവിജ്വലി ഈ ഗ്രൂപ്പിനകത്ത് ഇപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന ഓൾമോസ്റ്റ് 300ഓളം ആളുകളുണ്ട്. ഈ 300ഓളം ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങളൊക്കെ ലൈഫിനകത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിനകത്ത് നിങ്ങളെ ബിസിനസിനകത്ത് ഗ്രോത്ത് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളെല്ലാവരും ഉദ്ദേശിച്ച രീതിയിനകത്ത്, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിനകത്തുള്ള ഒരു ബിസിനസിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് നമ്മളൊന്ന് റീതിങ്ക് ചെയ്യാം. വൈ, എന്തുകൊണ്ട് നമ്മൾ ആ ഒരു ഗ്രോത്തിനകത്ത്, നമ്മൾ ഉദ്ദേശിക്കുന്ന ഗ്രോത്തിനകത്തേക്ക് നമ്മളെ ബിസിനസിനെ നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല? ആ ഒരു ഗ്രോത്തിലേക്ക്, മൊമെന്റത്തിനകത്തേക്ക് എന്തുകൊണ്ട് എത്തുന്നില്ല? ഏതൊരു ബിസിനസിന്റെ പ്രോസസ്സിംഗും മൈ ഡിയർ ഫ്രണ്ട്സ്, ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാജുവലി ആണ് ഗ്രോത്ത് ഉണ്ടാകുക. ഒന്നും ഒരു ബിഗ് ഹൈനകത്ത് ഒരു ഗ്രോത്തും കയറൂല. ഇപ്പോഴത്തെ കണ്ടീഷനകത്ത് നിങ്ങൾക്കുള്ള ഈ ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൂമിംഗ് ആണ്. ഇപ്പം നല്ല രീതിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും വലിയ രീതിയിനകത്തേക്കുള്ള ഗ്രോത്ത് ഇപ്പം ബിസിനസിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്റ്റിൽ എസ്പെഷ്യലി നമ്മൾ നോക്കേണ്ട കാര്യം, നമ്മളെ ബിസിനസിനകത്ത് ഗ്രോത്ത് നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിനകത്തേക്ക് എത്തിയണോ എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കാം. സ്റ്റിൽ എത്താത്ത ആളുകൾ ഉണ്ടെങ്കിൽ ആ എത്താത്ത ആളുകൾ എന്തുകൊണ്ടാണ് എത്താത്തത് എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് റീതിങ്ക് ചെയ്യാം. എല്ലാ കാര്യങ്ങളും നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം പോരാ, നമ്മളൊന്ന് അനലൈസ് ചെയ്യണം, ഒന്ന് ചിന്തിക്കണം സ്വയം. ഈ ചിന്തിക്കണമെങ്കിൽ നമ്മൾ എന്ത് വേണം? അറ്റ്ലീസ്റ്റ് മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ ഒരു ദിവസത്തിൽ ഒരു അരമണിക്കൂർ നേരം അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് നേരെങ്കിലും നിങ്ങളെ ബിസിനസ്സിനൊന്ന് അനലൈസ് ചെയ്യണം. ഇന്നത്തെ ദിവസങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കാം. ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾ MI ലൈഫ് സ്റ്റൈലിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തു, എന്നിട്ട് നിങ്ങൾ നോക്കാൻ നിങ്ങൾക്കുള്ള ഗ്രോത്ത് എന്താണ്? ഇതേ ആക്ടിവിറ്റീസ് നിങ്ങൾ ഒരു ആഴ്ച 1 വീക്ക് ചെയ്താൽ നിങ്ങൾക്കുള്ള റിസൾട്ട് എന്താണ്? ഇതേ പ്രോസസ്സിംഗ് പോയാൽ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് ഇതാണെങ്കിൽ, നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ടിനകത്തേക്ക് നിങ്ങൾക്ക് ഗ്രോത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനാണ് ഞാൻ പറയുന്നത്, നിങ്ങളൊന്ന് റീതിങ്ക് ചെയ്യണം. നിങ്ങളൊന്ന് ആലോചിച്ചൊന്ന് മനസ്സിലാക്കിയിട്ട് എവിടെയാണ് തിരുത്താനുള്ളത്, എവിടെയാണ് മാറ്റം വരുത്താനുള്ളത് എന്നുള്ള നിങ്ങൾ സ്വയം ഒന്ന് തിരുത്തി മാറ്റം വരുത്തിയിട്ട് നിങ്ങളെ മെന്ററുമായിട്ടൊന്ന് ഇരിക്കുക. എന്റെ ബിസിനസിനകത്ത് കഴിഞ്ഞ 2 വീക്കിനകത്ത് 4 വീക്കിനകത്ത് ഞാൻ ചെയ്ത ആക്ടിവിറ്റീസ് ഇന്നതാണ്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച രീതിയിനകത്തുള്ള ഒരു ഗ്രോത്ത് ബിസിനസിനകത്ത് കൂടി എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സാർ, അതിനകത്ത് കാണുന്ന ഞാൻ എന്റെ ലൈഫ് ഞാൻ മാറ്റേണ്ട കാര്യങ്ങൾ എന്താണ്, ഞാൻ ചെയ്തു വരുത്തേണ്ട കാര്യങ്ങൾ എന്താ എന്നുള്ളതിനെ കുറിച്ച് നിങ്ങളെ മെന്ററുമായിട്ട് ഇരുന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? അതിന് നിങ്ങൾക്ക് ഒരു ക്ലാരിഫിക്കേഷൻ വരുത്താൻ പറ്റണം. എന്നിട്ട് ബിസിനസിനകത്ത് മുന്നോട്ട് പോകാൻ പറ്റണം. സോ ഞാൻ പറയുന്ന ഒരു കാര്യം, നിങ്ങളെ ബിസിനസിനകത്ത് ഗ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള 1-2 കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്തു തരാം,
ഞാൻ നിങ്ങളോടൊന്ന് സംസാരിക്കാം. നിങ്ങളത് നിങ്ങളെ ബിസിനസ്സിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ, എന്റെ ബിസിനസ്സിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് അതിനകത്ത് നല്ല രീതിയിനകത്തുള്ള റിസൾട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഇന്ന് ഈ ബിസിനസ്സിനകത്ത് കൂടെ ID നാഷണൽ ടീം കോർഡിനേറ്റർ ആയിട്ട് ഇന്ന് നല്ല രീതിയിനകത്തുള്ള ഒരു ബിസിനസ് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈ ഒരു പീരീഡിനകത്ത് നല്ല രീതിയിനകത്തുള്ള വരുമാനം ഈ ബിസിനസ്സിനകത്ത് കൂടെ നേടിയെടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. സോ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരേ ഒരു കാര്യം, നിങ്ങളെ ലൈഫിനകത്ത് ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കി നിങ്ങൾ അപ്ലൈനുമായിട്ട് ഇരുന്നിട്ട് നിങ്ങൾ എന്താണ് ഞാൻ ഈ സംസാരിച്ചതിനെ ഇതുപോലെ നിങ്ങൾ ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയാൻ തയ്യാറല്ല. കാരണം ഞാനല്ലാത്ത എന്റെ ഓർഗനൈസേഷൻ അല്ലാത്ത നിഷാബ് സർ അടങ്ങുന്ന ഓർഗനൈസേഷനും ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. സോ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. സുഹൃത്ത് മീൻസ് സുഹൃത്തെന്നൊന്നും പറയാൻ പറ്റില്ല നിഷാബ് ഭായി. കാരണം എന്റെ എന്താ പറയാ, നമ്മളൊരു കുടുംബമായിട്ട് കഴിയുന്ന ഒരു വ്യക്തിയാണ് നിഷാബ്, ബിസിനസ്സിൽ ഉപരി. കാരണം അത് നമ്മൾ തമാശ പറയും, അതേ സീരിയസ്ലി ബിസിനസ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ എന്തെങ്കിലുമൊക്കെ എന്റെ അടുത്തുള്ള തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുള്ളി അത് പറഞ്ഞു തരും. പുള്ളിന്റെ അടുത്ത് തിരുത്താനുള്ള കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കും. അതിലൊക്കെ നമ്മൾ മാറ്റം വരും. അതാണ് യഥാർത്ഥത്തിലുള്ള ഒരു സുഹൃത്ത്. എന്താന്ന് ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മളുള്ള കുറവുകളും കുറ്റങ്ങളും നല്ല കാര്യങ്ങൾ കണ്ടാൽ അതിനെ മോട്ടിവേറ്റ് ചെയ്യണം. ശരിയല്ലാത്ത കാര്യങ്ങൾ കണ്ടാൽ അത് ചൂണ്ടിക്കാട്ടിയിട്ട് നിങ്ങൾ ഈ തിരുത്തുന്നത് നന്നായിരിക്കും എന്ന് പറയുന്നതാണ് ഇവിടെ ഏറ്റവും വലിയ സുഹൃത്ത്. അങ്ങനെ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു സുഹൃത്താണ് നിഷാദ് ഭായ്. അതുകൊണ്ട് തന്നെ നമ്മള് ഇൻഷാ അല്ലാഹ് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഈ ബന്ധ ജീവിതകാലം ഇവനെ നിലനിൽക്കട്ടെ എന്നുള്ളതാണ് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത്. സോ അതുപോലെ തന്നെ നിഷാദ് ഭായ് അടങ്ങുന്ന ഈ ഓർഗനൈസേഷനകത്ത് ഇതിനകത്തുള്ളത് കൊണ്ട് നിങ്ങൾ അത് എന്ത് ചെയ്യണം, നിങ്ങളെ ലീഡറുമായിട്ട് ഇരുന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഡിസ്കസ് ചെയ്തിട്ട് വേണം ഇതിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ. കാരണം നോർമൽ ബിസിനസ് അല്ലാതെ വേറൊരു രീതിയിനകത്തേക്കുള്ള ഒരു കാര്യങ്ങളൊന്നുമല്ല. സോ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഒരു ഹ്യൂജ് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളത് പീപ്പിൾ മാനേജ്മെന്റ് ബിസിനസ് ആണ്. കാരണം ആളുകളുമായിട്ട് ഇടപഴകിയിട്ട് ബിസിനസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ബിസിനസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ബി പോസിറ്റീവ് തിങ്കിങ്. നിങ്ങൾ 100% നിങ്ങൾ പോസിറ്റീവ് ആയിട്ട് ചിന്തിച്ചിട്ട് വേണം ഈ ബിസിനസിനകത്ത് നിങ്ങളെ തുടക്കം കുറിക്കാൻ. കാരണം ഇന്ന് ഈ ബിസിനസിനകത്ത് ഇന്ന് ഈ ബിസിനസിനകത്ത് 1 വർഷം 2 വർഷം 3 വർഷം 4 വർഷം ഒക്കെ 6 മാസം 3 മാസം ആയിട്ടുള്ള ആളുകളൊക്കെ ഈ ബിസിനസിനകത്ത് ഈ പ്രോഗ്രാം കേൾക്കുന്നുണ്ടായിരിക്കും. നിങ്ങളൊക്കെ മനസ്സിലാക്കാൻ, നിങ്ങൾ ഉദ്ദേശിച്ച ലെവലിലേക്ക് ബിസിനസ് എത്താത്തതിന്റെ ഒരു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് 100% നമുക്ക് പോസിറ്റീവ് ആയിട്ട് ചിന്തിക്കാനുള്ള ഒരു മനോഭാവത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാറില്ല. കാരണം എന്തുകൊണ്ട് എത്തിപ്പെടാറില്ല? നമുക്ക് പലപ്പോഴും പോസിറ്റീവായിട്ട് പ്രവർത്തിക്കാനും പോസിറ്റീവായിട്ട് ചിന്തിക്കാനും നമുക്ക് കഴിയാറില്ല. അതിന്റെ റീസൺ എന്താ? നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കണം, പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കാം, നമ്മൾ ബുക്കുകൾ വായിച്ചും കൊണ്ടേ നിൽക്കണം. വായനാശീലം നമുക്ക് കൂട്ടണം. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കാൻ, നിങ്ങൾ ഒരു 10 മിനിറ്റ് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, 5 ഫിംഗേഴ്സ് റൂളിനകത്ത് പറയുന്ന ബുക്ക് ടൈപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്ന സാധനത്തിനകത്ത്, അതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ബുക്ക് എന്നുള്ള ഒരു കാര്യത്തിനകത്ത് നിങ്ങൾ പോസിറ്റീവായിട്ട് നിങ്ങൾ പ്രവർത്തിക്കാനും പോസിറ്റീവായിട്ട് ചിന്തിക്കാനും നിങ്ങൾ എന്ത് ചെയ്യണം, ബുക്ക് വായിക്കണം. ഇപ്പോഴും രാവിലെ ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഇപ്പോഴും രാവിലെ ആക്ച്വലി ഞാൻ ഇന്ന് എക്സസൈസിന് പോയിട്ടില്ല. എക്സസൈസിന് പോകാത്തതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ പ്രോഗ്രാം എടുക്കേണ്ടതുണ്ട്. ചെറിയൊരു ഇരുന്നിട്ടൊന്ന് എന്തൊക്കെ പ്ലാനിങ് ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടിട്ടാ. ആ സമയത്ത് ഞാനൊരു 10-20 മിനിറ്റ് നേരം ഇരുന്ന് വായിച്ചിട്ടുള്ള ബുക്കാണിത്, റിച്ച് ഡാഡ് പുവർ ഡാഡ്. ഈ ബുക്ക് ഞാൻ 3ാമത്തെ തവണയാണ് ഞാൻ വാങ്ങുന്നത്. കാരണം എന്താ അറിയോ, ഇത് കഴിഞ്ഞ ഈ ബുക്കിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ ഹൈലൈറ്റ് മാളിൽ പോയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ തെരഞ്ഞു പിടിച്ചിട്ട് ബുക്ക് ഹൈലൈറ്റ് മാളിൽ നിന്ന് വാങ്ങിച്ചിട്ടില്ല. 3ാമത്തെ ബുക്കാണ് ഞാൻ അത് വാങ്ങിക്കുന്നത്. അപ്പൊ 2 ബുക്ക് എന്തായി? 2 ബുക്ക് ആരാ കൊണ്ടുപോയതെന്ന് എനിക്കറിയില്ല. കാരണം ഈ ബുക്ക് ഞാൻ പലപ്പോഴും എന്റെ വണ്ടിയിലാണ് വെക്കല്. ഈ വണ്ടിയിലുള്ള ബുക്ക് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയിൽ ആരെങ്കിലും ഒക്കെ കയറും, ഒരു ബുക്ക് കാണുമ്പോൾ ഞാൻ ഒരു 2 ദിവസം ഒന്ന് വായിച്ചു നോക്കട്ടെ എന്ന് പറയും. ഓരോ എന്തെങ്കിലും കൊണ്ടുപോകും. പിന്നെ ഞാനും അത് മറന്നു, അവരും മറന്നുപോകും. അവർ കൽപ്പിച്ചുകൂടി ചെയ്യുന്നതെന്നല്ല, മറന്നു പോകുന്നതാ. അങ്ങനെ 3ാമത്തെ ബുക്കാണ്. കാരണം റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനകത്തുള്ള പല കാര്യങ്ങളും എന്റെ ലൈഫിനകത്ത് ഭയങ്കരമായിട്ട് എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ മൈൻഡിനകത്ത് ഒരുപാട് കാര്യം, ഞാൻ 100% എന്നുള്ളത് പറയില്ല, എന്റെ ലൈഫിനകത്ത് ഒരുപാട് കാര്യങ്ങൾ മാറ്റം വരുത്താൻ എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഈ ബുക്കിനെ സഹായിച്ചിട്ട്. ഒരുപാട് ബുക്കുകളുണ്ട്. 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ എന്ന് പറയുന്ന ബുക്ക് കുറച്ച് ടഫ് ആയിട്ടുള്ള ബുക്കാണ്, പക്ഷെ അടിപൊളിയായിട്ടുള്ള ടോപ്പിക് ഇതുള്ള ബുക്കാണ് അത്. അതൊക്കെയാണ് നമ്മളെ ലൈഫിനകത്ത് ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഇത്രയും ബുക്കുകൾ വായിക്കുമ്പോൾ നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാനും പോസിറ്റീവായിട്ട് പ്രവർത്തിക്കാനും പറ്റും. കാരണം എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ പോസിറ്റീവായിട്ട് നമ്മൾ ആളുകളുമായിട്ട് ഇടപെടുന്ന സമയത്ത് 100 ആളുകൾ 100 കോലത്തിലാണുള്ളത്. ഈ 100 ആളുകളെ നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റൂല.
സ്റ്റിൽ നമ്മൾ എന്നുള്ള വ്യക്തിക്ക് നമുക്ക് മാറാൻ പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു ചൂടായിട്ട് പ്രഷർ കൂടിയിട്ട് വരുന്ന ഒരു വ്യക്തി, നിങ്ങൾ എതിർപക്ഷത്തിൽ നിൽക്കുന്ന വ്യക്തി നിങ്ങളാണെങ്കിൽ, നിങ്ങൾ അതിനെ പുള്ളി പ്രഷർ കൂടുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രഷർ ഇല്ലാതെ പുള്ളിനോട് നിങ്ങൾക്കൊരു കാമം ക്വയറ്റായിട്ട് നിങ്ങൾക്ക് പുള്ളിനോട് സമീപിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ പുള്ളിന്റെ ഓട്ടോമാറ്റിക്കലി പ്രഷർ സാധാരണ കുറയുന്നുണ്ടാവും. കാരണം അവിടെയാണ് നമ്മളെ പോസിറ്റീവ് ആയിട്ടുള്ള സാധനത്തിന് നമ്മൾ വർക്കൗട്ട് ചെയ്യിപ്പിക്കേണ്ടത്. അത് പല കാര്യത്തിനകത്തും, നിങ്ങൾ പുറത്തു നിന്നുള്ളതല്ല, നിങ്ങളെ വീട്ടിനകത്തുനിന്ന് പോലും, നിങ്ങളെ ഫാമിലിനകത്തുനിന്ന് പോലും, നിങ്ങളെ കുടുംബത്തിനകത്തുനിന്ന് ഉണ്ടാകുന്ന ഇൻസിഡന്റിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? നിങ്ങൾക്ക് അവിടെ 100% പോസിറ്റീവായിട്ട് പ്രവർത്തിക്കാനും ചിന്തിക്കാനും പറ്റണം. അതുകൊണ്ട് തന്നെ ഈ ബിസിനസ്സിനകത്ത് ആളുകളെ പീപ്പിൾസ് നിങ്ങൾ മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 110% മൈ ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾ എന്ത് ചെയ്യണം? പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ട് പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റണം. അതിന് ആ രീതിനകത്തേക്ക് നിങ്ങൾ ബുക്ക് വായനയും കാര്യങ്ങൾ നിങ്ങൾ കൂട്ടണം. രണ്ടാമത്തെ ഒരു കാര്യം വേണ്ടത് 110% മൈ ഡിയർ ഫ്രണ്ട്സ് കമ്മിറ്റ്മെന്റ് ഉണ്ടാവണം. നിങ്ങളെ ടീമുമായിട്ട്, നിങ്ങളെ ബിസിനസ്സിനകത്തുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സുമായിട്ട് നിങ്ങൾ 100% കമ്മിറ്റ്മെന്റ് ഉണ്ടാവണം. പലപ്പോഴും പല ആളുകൾക്കും ഈ ബിസിനസ്സിനകത്ത് പാലിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് കമ്മിറ്റ്മെന്റ്. സംസാരിക്കാൻ നമ്മൾ വേദി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തും സംസാരിക്കും. അത് നമുക്ക് പ്രത്യേകിച്ചൊന്നും വേണ്ട. പലപ്പോഴും എന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പല ആളുകളും എനിക്ക് പറയാറുണ്ട്, സാറേ അവരോട് പറഞ്ഞിട്ട് അത് മനസ്സിലാകുന്നില്ല, ഇവരോട് പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല, അവരത് നേരാകുന്നില്ല, ഇവര് നേരാകുന്നില്ല, എന്താ ഇതിനകത്തൊക്കെ ചെയ്യുക എന്നുള്ളത് പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്. എന്റെ പല ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്നോട് പറയാറുണ്ട്. ഇവിടെ ഫ്രണ്ട്സ് എനിക്ക് തന്നെ ആ സമയത്ത് സാധാപം തോന്നുന്നു അവരോട്. കാരണം എന്തുകൊണ്ട് കഴിഞ്ഞാൽ മാറേണ്ടത് അവരല്ല, മാറേണ്ടത് നമ്മളാണ്. കാരണം നമ്മളെ ലൈഫിനകത്ത് മാറിയിട്ട് ഇപ്പൊ അവരത് ചെയ്യുന്നില്ല എന്ന് കൂട്ടുക. നമ്മൾ ചെയ്യേണ്ടത് എന്താ? അവരോട് നല്ല സമീപനം കാണിച്ചിട്ട് ചെയ്യാൻ പറ്റിയ ആളുകൾ അവരെ താഴത്ത് പോയിട്ട് നമ്മൾ കണ്ടെത്തിയിട്ട് നമ്മൾ അത് ചെയ്തിട്ട് കാണിച്ചു കൊടുക്കണം. എന്നിട്ട് ഈ വ്യക്തിനോട് പറയാം ഇതാണ് ചെയ്യേണ്ടത്. അതല്ലാതെ നമ്മൾ അവരെ കുറ്റും ഇവരെ കുറ്റും, അവര് ശരിയല്ല ഇവര് ശരി. ഇവിടെ ഫ്രണ്ട്സ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരു വിരൽ അങ്ങോട്ട് ചൂണ്ടുമ്പോ 3 വിരൽ നമ്മളിലേക്ക് ചൂണ്ടുന്നുണ്ട്. അതാണ് യഥാർത്ഥത്തിലുള്ള ഇതിന്റെ ജെന്യൂൻ ഫാക്ടർ. കാരണം നമ്മൾ ഒരു വിരലാണ് പുള്ളിന്റെ നേരേക്ക് ചൂണ്ടുന്നുണ്ട്, 3 വിരൽ നമ്മളിലേക്ക് ചൂണ്ടുന്നുണ്ട്. ക്ലിയർ ചെയ്യേണ്ടത് ആ ഒരു വിരലല്ല, 3 വിരൽ ചൂണ്ടുന്ന ആളാണ് ക്ലിയർ ആകാനുള്ളത്. എന്തിനും നമ്മൾ മനസ്സിലാക്കാം, സംസാരിക്കാൻ ആർക്കും എന്തും പറ്റും, സ്റ്റിൽ പ്രവർത്തനത്തിനകത്തേക്ക് കൊണ്ടുവരാൻ പറ്റണം. അതാണ് മൈ ഡിയർ ഫ്രണ്ട്സ് കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞ സാധനം. എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് പറയണം. എന്താണ് നിങ്ങൾ പറയണത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? അതല്ലാതെ ഈ ബിസിനസ്സിനകത്ത് മൈ ഡിയർ ഫ്രണ്ട്സ് നിങ്ങളെ രീതിനകത്തേക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിനകത്തേക്കുള്ള കാര്യങ്ങൾ ഈ ബിസിനസ്സിനകത്ത് വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല. സ്റ്റിൽ എന്തുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏകദേശം 70 വർഷം 80 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഓർഗനൈസേഷൻ നിന്ന് ശരിക്കും മനസ്സിലാക്കുക, ഇന്റർനാഷണൽ ലെവലിൽ വരെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ നെറ്റ്വർക്കിനെ സഹായിക്കുന്ന ഓർഗനൈസേഷൻ ഉണ്ട്. ബ്രിട്ട് വേൾഡ് നെറ്റ്വർക്ക് 21 എന്ന് പറഞ്ഞിട്ടുള്ള ഓർഗനൈസേഷൻ ഏകദേശം 70-75 വർഷം ഈ മേഖലയിൽ നിന്നും എക്സ്പീരിയൻസ് ഉള്ള ഓർഗനൈസേഷനാണ്. ആ ഓർഗനൈസേഷൻ കംപ്ലീറ്റ് പറയുന്ന വാക്കെന്താണെന്നറിയോ? നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം പറയാം. പറയുന്നത് ചെയ്യുവാണ്. അത് ചെയ്യാത്തോടത്തോളം കാലം നിങ്ങൾക്ക് വേറെ ഒരു പക്ഷേ ട്രഡീഷണൽ ബിസിനസ്സിനകത്ത് നിങ്ങൾക്ക് എന്തുപോകാം, നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനകത്ത് ഇത് പാലിക്കാത്ത ഒരു വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരു ഹ്യൂജ് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റൂല. കാരണം ഇതിനകത്ത് ലേൺ ഡു ടീച്ച് എന്നാണ് പറയുന്നത്. പഠിക്കുക, ചെയ്യുക, പഠിപ്പിക്കുക, ഇതാണ് ചെയ്യേണ്ടത്. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും പല ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, പഠിക്കാൻ തയ്യാറല്ല, ചെയ്യാൻ തയ്യാറല്ല, പഠിപ്പിക്കാൻ തയ്യാറാണ്. ഞാൻ പറഞ്ഞ ഇതിനകത്ത് നിങ്ങൾ പല ആളുകളും നോക്കേണ്ട കാര്യങ്ങൾ അതാണ്. നമ്മൾ പഠിക്കാൻ തയ്യാറല്ല, നമ്മൾ ചെയ്യാൻ തയ്യാറല്ല, സ്റ്റിൽ നമ്മൾ പഠിപ്പിക്കാൻ തയ്യാറാണ്. നമ്മുടെ ഫ്രണ്ട്സ് അതൊരിക്കലും ഒരാളും ചെയ്യൂല.
നേരെ 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 നിങ്ങൾ മനസ്സിലാക്കേണ്ട, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? നിങ്ങൾ അത് ചെയ്ത് പ്രൂവ് ചെയ്തിട്ട് കാണിച്ചു കൊടുക്കണം. നമ്മളെപ്പോഴും നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കണം. നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് 2 ഓർഗനൈസേഷൻ ഉണ്ട്. ഈ 2 ഓർഗനൈസേഷന്റെ അകത്തും നമ്മൾ നിന്നിട്ട് അവര് നിന്ന് പണിയെടുത്ത് കഴിഞ്ഞാൽ, ഇവിടെ അവര് പണിയെടുത്തിട്ട് ഒന്നും നടക്കൂല ഇവിടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളെ ഓർഗനൈസേഷനകത്ത് ഇഷ്ടം പോലെ ആൾക്കാർ ജോയിൻ ചെയ്തിട്ടില്ലേ? എന്തുകൊണ്ട് അവര് ചെയ്യാത്തത്? അവര് ചെയ്യൂല. നമ്മൾ ചെയ്യണം. നമ്മളത് കണ്ടിട്ട് അവര് ചെയ്യും. അതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഒരു ലീഡർ ചെയ്യേണ്ടത് എന്താ? മാതൃകാ പുരുഷയായിട്ട് മാറണം. മാതൃകയായിട്ട് മാറണം. അതാണ് വേണ്ടത്. നമ്മൾ കാണിച്ചു കൊടുക്കാൻ തയ്യാറാണ്. ഈ ബിസിനസിന്റെ ഒരു ജെന്യൂൻ രീതി അതാണ്. നിങ്ങൾ മനസ്സിലാക്കുക, എത്ര വ്യക്തികള് ഈ സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ആലോചിച്ച് നോക്കുക. ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് വേണ്ട ക്വാളിറ്റികൾ ഇത് മതി, വേറൊന്നും വേണ്ട. ചെയ്യാനുള്ള ഒരു മനോഭാവം, പറയുന്നത് ചെയ്യാനുള്ള ഒരു മനോഭാവം ക്രിയേറ്റ് ചെയ്തെടുത്താൽ മതി. 100% പോസിറ്റീവായിട്ട് ചിന്തിക്കണം. നടക്കൂല എന്ന് ചിന്തിച്ചൊരു കാര്യങ്ങൾ പ്രവർത്തിച്ചാൽ 100% നടക്കൂല. സ്റ്റിൽ ഞാനത് പ്രൂവ് ചെയ്തിട്ട് അടങ്ങൂ എന്ന് തീരുമാനിച്ചാൽ അത് നടത്തിയിട്ട് നിങ്ങൾ വരും ചെയ്യും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഈ ഭൂമിയിൽ ദൈവം നമ്മളെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് നിങ്ങൾക്ക് ചെയ്ത് പ്രൂവ് ചെയ്യാൻ പറ്റും. സ്റ്റിൽ അതിനകത്ത് 100% കോൺഫിഡൻസ്, ബിലീഫ് ഉണ്ടാകണം, വിശ്വാസം ഉണ്ടാകണം. അതാണ് പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത്. ചെയ്യുന്ന കാര്യത്തിനകത്തേക്ക് ബിലീഫ് ഇല്ലാതെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് പല ആളുകളിൽ നിന്നും, അത് ഓൻ ശരിയല്ല, ഓൻ ചെയ്താൽ ശരിയാവൂല, ഓൻ എന്നെ പറ്റൂല എന്നറിയും. പിറ്റേ അന്ന് തന്നെ കാണുന്നത് ഓന്റെ താഴത്ത് പോയിട്ട് പണിയെടുക്കുന്നതാ. ഈ ശരിയല്ല എന്ന് പറയുന്ന വ്യക്തിന്റെ കൂടെ നിങ്ങൾ പോയിട്ട് പണിയെടുത്താൽ എങ്ങനെ ശരിയാവും? ഓൻ ശരിയല്ല, ഓൻ ചെയ്താൽ നേരാവൂല, എന്നിട്ട് ഓന്റെ താഴത്ത് പോയിട്ട് പണിയെടുക്കുക ഓനെയും കൂട്ടിയിട്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ചെയ്യൂല, നടക്കൂല എന്ന് പറഞ്ഞ വ്യക്തിന്റെ കൂടെ നിങ്ങൾ പോയിട്ട് അസോസിയേറ്റ് ചെയ്യുന്നെങ്കിൽ അത് നടക്കൂല. നേരെ മറിച്ച് നിങ്ങൾ മനസ്സിലാക്കുക, അവന്റെ നല്ല കാര്യങ്ങൾ എടുത്ത് അവനെ മോട്ടിവേറ്റ് ചെയ്യും. അവനക്ക് കുറവുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തും ചെയ്തിട്ട് അവനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റണം. അതാണ് ഒരു ലീഡർ. ആ രീതിയിനകത്തേക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ കാപ്പബിലിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതാണ് സ്കിൽ, അതാണ് കഴിവ്. ഇതിനെ ക്രിയേറ്റ് ചെയ്തെടുക്കണം. ഭൂമിയിൽ ഒരാളും ദൈവം ഇറക്കിയ സമയത്ത് കഴിവുകളൊക്കെ കൊടുത്തു വിട്ടിട്ടൊന്നും ആരും എന്ത് ചെയ്തിട്ടില്ല, വിട്ടിട്ടില്ല. ഈ കഴിവ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മനോഭാവം, ഒരു മനസ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ദൈവം തന്നിട്ടുണ്ട്. അതിനെ ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ട ഡ്യൂട്ടി നമുക്കുള്ളതാ. അതും ദൈവത്തിനുള്ളതല്ല. അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. നമ്മളത് മനസ്സിലാക്കി പ്രവർത്തിക്കണം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇതിനുള്ള കഴിവും സ്കില്ലും ഒക്കെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. 2025, 26 ഫിനിഷ് ചെയ്യുന്ന സമയത്ത് ഈ ഇരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ബിസിനസ്സിനകത്ത് കൂടെ വിജയിക്കണം എന്നുണ്ടെങ്കിൽ 100% പറ്റും, 100% പറ്റും. അതിന് ഞങ്ങൾക്ക് ഒരു ടെക്നിക്ക് പറഞ്ഞുതരാം. ടെക്നിക്ക് ഈ ബിസിനസ്സിനകത്ത് വേറൊരു കാര്യം പറയാം, ഇതിനകത്ത് ഷോർട്ട് കട്ട് ഇല്ല. വേറെ എന്ത് കാര്യത്തിനകത്ത് നിങ്ങൾ ആലോചിക്കുക, വളഞ്ഞു മൂക്കടിക്കാൻ പറ്റും പല കാര്യത്തിനകത്തും. സ്റ്റിൽ ഈ ബിസിനസ്സിനകത്ത് എന്തില്ല, ഒരു ഷോർട്ട് കട്ട് ഇല്ലാത്ത ഒരു ബിസിനസ് ഡയറക്ട് സെല്ലിംഗ്. അതുകൊണ്ട് തന്നെ ഈ ബിസിനസിന്റെ നെറ്റ്വർക്ക് വളർന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചിന്തിക്കണ്ട. എങ്ങനെ ചിന്തിക്കണ്ടെന്ന്, നിങ്ങൾ ബാക്കോട്ട് തിരിഞ്ഞു നോക്കേണ്ട സിറ്റുവേഷൻ ഇല്ല. ആ രീതിയിനകത്തുള്ള വളർച്ച എന്ത് ചെയ്യും, ഈ ബിസിനസിനകത്ത് കൂടെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ? ഞാൻ ചെറിയൊരു കാര്യങ്ങളോട് പറയാം. നിങ്ങളൊന്ന് ശരിക്കും നോട്ട് ചെയ്യാൻ പറ്റിയ ആളുകൾക്ക് വേണമെങ്കിൽ നോട്ട് ചെയ്യാം. അതല്ലാത്ത ആളുകൾ നിങ്ങൾ ആലോചിച്ചൊക്കെ മെയിനായിട്ട് നിങ്ങളൊന്ന് വെക്കുക. നിങ്ങൾക്ക് ഈ ബിസിനസ്സിനകത്തു കൂടെ ശരാശരി ഒരു മാസം 24,000 രൂപ വരുമാനം ഉണ്ടാക്കാൻ, ഒരാഴ്ചയിൽ 6,000 രൂപ വരുമാനം ഉണ്ടാക്കാൻ എന്ത് വേണം? ഞാൻ എന്റെ മനസ്സിലാക്കിയതും ഞാനത് ഐഡന്റിഫൈ ചെയ്തിട്ടൊന്ന് കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് എടുത്തിട്ടുള്ള ഒരു കാര്യത്തിനകത്ത് ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾ ഓർക്ക് 1-ലും ഓർക്ക് 2-നകത്തും 10,000 രൂപന്റെ 10,000 BV ബിസിനസ് ക്രിയേറ്റ് ചെയ്യുന്ന 5 പേര് വേണം. 5 പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരാഴ്ചയില് ഓർക്ക് 1-ലും ഓർക്ക് 2-ലും 5,000 BV വരും.
5000 BV വന്നു കഴിഞ്ഞാൽ 6000 രൂപ വരുമാനം ഉണ്ടാവും. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക. അത് നിങ്ങൾ ഓർക്ക് 1-ലും ഓർക്ക് 2-ലും 5 പേര് വേണം. ഈ 5 പേര് ഓർഗനൈസേഷൻ 1-ലും 2-ലും നിങ്ങൾക്ക് ആ രീതിനകത്തേക്ക് ബിസിനസ് ക്രിയേറ്റ് ചെയ്ത് എടുക്കേണ്ട ആളുകൾ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനാണ് ആദ്യം ഞങ്ങളോട് പറഞ്ഞ ഈ 2 കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ 100% പോസിറ്റീവ് ആയിട്ട് ചിന്തിക്കുന്ന ആളായിട്ട് മാറണം. കുറ്റവും കുറവും ആ കാര്യങ്ങളൊന്നും ബിസിനസിനെ കുറിച്ചിട്ട് നെഗറ്റീവ് കാര്യങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഓന്റെ കുറവ് ഇവന്റെ കുറവ് ഈ സാധനത്തിനെ കംപ്ലൈന്റ് തുടച്ച് മാറ്റിക്കൊള്ളണം. എന്നിട്ട് 100% പോസിറ്റീവ് ആയിട്ട് ചിന്തിക്കണം. എവറിത്തിങ് ഈസ് പോസിബിൾ. എവറിത്തിങ് ഈസ് പോസിറ്റീവ് തിങ്കിങ്. എല്ലാ കാര്യവും പോസിറ്റീവ് ആയിട്ട് കാണാൻ പറ്റും 100%. രണ്ടാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞെന്താ? കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് നിങ്ങളോട് കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കണം. നിങ്ങളെ ബിസിനസിനോട് കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കണം. നിങ്ങളെ ടീമിനോട് കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കണം. ഇതാണ് കമ്മിറ്റ്മെന്റ്. ഞാൻ നേരത്തെ പറയുന്ന കാര്യങ്ങൾ ചെയ്യും വേണം, ചെയ്യുന്ന കാര്യങ്ങള് പറയാനും പാടുള്ളൂ. ആ രീതിയിനകത്തുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്തെടുത്തിട്ട് നിങ്ങൾ ഓർഗ് 1-ലും ഓർഗ് 2-ലും 5 ആളുകൾ 10,000 രൂപന്റെ ബിസിനസ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ആളുകൾ. നിങ്ങൾ എന്താണ് നെറ്റ്വർക്കിനകത്ത്, നിങ്ങൾ എന്താണ് നെറ്റ്വർക്കിനകത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്താണ്? പീപ്പിൾ, ആളുകളെ ക്രിയേറ്റ് ചെയ്തെടുക്കണം. അതിനാണ് നിങ്ങൾക്ക് വേണ്ട ക്വാളിറ്റി. ഇത് ഈ ക്വാളിറ്റി ഉണ്ടാക്കിയെടുത്തിട്ട് നിങ്ങൾ ഓർഗ് 1-ലും ഓർഗ് 2-ലും 5 പേരെ എന്ത് ചെയ്യുക? ക്രിയേറ്റ് ചെയ്യാം. 5 പേരെ ഓർഗനൈസേഷൻ 1-ലും 2-ലും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് GTS എന്നുള്ള പ്രോഗ്രാം ഉപയോഗിച്ചാൽ മതി. ഞാൻ ചെയ്ത പണി അതാ, ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയും അതാണ്. നിങ്ങൾ ഓർഗ് 1-ന്നും ഓർഗ് 2-ന്നും 15 പേരെ എല്ലാ വീക്കിലും കണ്ടിന്യൂസ് ആയിട്ട് 4 വീക്കിനകത്ത്, ഇന്ന് നിങ്ങൾ തുടങ്ങുന്ന വ്യക്തിയാണെങ്കിൽ നെക്സ്റ്റ് GTSനകത്ത് നിങ്ങൾ ഈ വോയിസ് കേൾക്കുന്ന വ്യക്തികൾ നിങ്ങൾ ഓർഗ് 1-ന്നും ഓർഗ് 2-ന്നും 15 പേരെ GTSുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ 4 ആഴ്ച കഴിയുന്ന സമയത്ത് മൈ ഫ്രണ്ട്സ്, നിങ്ങളെ വരുമാനം വീക്കിലി 5000 രൂപന്റെ വരുമാനത്തിൽ 50,000 BVന്റെ ബിസിനസ് വരും. 6000 രൂപ വരുമാനത്തിലേക്ക് എത്തും വീക്കിലി. മന്ത്ലി 24,000 രൂപ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാവും. നിങ്ങളിത് ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് കിട്ടുന്നില്ല എന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരും. നിങ്ങൾ പറയുന്ന ഞാൻ കേൾക്കും. കാരണം ഇത് എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നത് അറിയും. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, 70 വർഷം 80 വർഷമായിട്ട് ലോകത്തിലുള്ള നെറ്റ്വർക്ക് 21 ബിറ്റ് വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ന് വലിയ ഗ്രൂപ്പിന് എന്ത് ചെയ്യുന്നുണ്ട്? ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. ഈ ഓർഗനൈസേഷൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അതല്ലാതെ എന്റെ വാക്കെടുത്തിട്ട് ഞാൻ പറയുന്ന സംസാരമൊന്നുമല്ല. ഞാനൊരു കൺമട്ടം കണക്കൂട്ടിയിട്ട് പറയുന്ന വാക്കൊന്നല്ലത്. ഇത് പക്ക അവരുടെ സ്റ്റേറ്റ്മെന്റിനകത്തുള്ള സാധനമാണ്. ഇത് എനിക്കടുത്ത് ഇപ്പൊ കിട്ടിയത് എന്താ വെച്ചാൽ മുബിൻ സാറിന്റെ അടുത്ത് നിന്ന് കിട്ടിയുള്ള സാധനമാണിത്. മുബിൻ സാറിന്റെ അടുത്ത് നിന്ന് എനിക്ക് കിട്ടിയ സാധനമാണിത്. ഇന്നലെ മിനിയാന്നും കിട്ടിയ സാധനമാണിത്. ഇന്നലെ കിട്ടിയ സാധനമാണ് എനിക്കിത്. ഈ സാധനം ഇത് നിങ്ങൾ ശരിക്കും നിങ്ങളെ ലൈഫിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്യാം. ചെയ്ത് കഴിഞ്ഞാൽ മിറാക്കിൾ ഉണ്ടാവും. ഈ സാധനത്തിനാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടി. ഓർഗ് 1-ന്നും ഓർഗ് 2-ന്നും 5 ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടെത്താൻ ഡെയിലി ഒരാഴ്ചയില് 5000 രൂപന്റെ 10,000 BV ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന നിങ്ങൾ ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി. 13,500 രൂപന്റെ ബിസിനസ് ക്രിയേറ്റ് ചെയ്യുന്ന ഓർഗ് 1-ലും ഓർഗ് 2-ലും 5 പേരെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ ഓർഗ് 1-ന്നും ഓർഗ് 2-ന്നും 15 ആളുകൾ 4 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്താൽ മതി? GTS പങ്കെടുത്ത് കഴിഞ്ഞാൽ പിറ്റത്തെ മാസം ഫസ്റ്റ് മുതൽ നിങ്ങളെ വരുമാനം 6000ന്റെ മുകളിലാവും. 24,000 രൂപ മാസ വരുമാനം ഉണ്ടാവും. ഈ സാധനം നിങ്ങൾക്ക് കൂട്ടണം. നിങ്ങൾ ഓർഗ് 1-ലും ഓർഗ് 2-ലും 10 ആളുകൾ എന്ത് ചെയ്യണം? നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുത്താൽ ഇതേ പ്രോസസ്സിങ് GTSനകത്തേക്ക് എത്ര പേര് വേണം? 30 പേര് ഓർഗ് 1-ന്നും ഓർഗ് 2-ന്നും നിങ്ങൾക്ക് GTS കണക്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങൾ ഓർഗ് 1-ന്നും ഓർഗ് 2-ന്നും 10 പേര് എല്ലാ വീക്കിലും 13,500 രൂപന്റെ ബിസിനസ് കൊണ്ടുവരുന്ന ഓർഗ് 1-ലും ഓർഗ് 2-ലും 10 പേരുണ്ടാവും. നിങ്ങളെ ബിസിനസിന്റെ കണക്കെത്രയാണ്? 1,00,000 BV ആണ്. 12,000 രൂപ മൈ ഡിയർ ഫ്രണ്ട്സ് ഒരാഴ്ചയിൽ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാവും. നിങ്ങളെ മാസ വരുമാനം 24,000 രൂപ ഉണ്ടാവും. നിങ്ങൾക്ക് 48,000 രൂപ വരുമാനം ഉണ്ടാവും നിങ്ങൾക്ക് ഒരു മാസം.
നിങ്ങൾ ആലോചിക്കുക, 48,000 രൂപ വരുമാനം ഉണ്ടായാൽ നിങ്ങളുടെ ബിസിനസ്സിനകത്ത് നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കുക. ഈ ലെവലിൽ തന്നെ 5,000 രൂപന്റെ ബിസിനസ് ചെയ്യുന്ന 5 ആള് വന്നാൽ തന്നെ ബിസിനസ്സിന് 24,000 രൂപ ഒരു മാസം വരുമാനമായി കഴിഞ്ഞാൽ, ഇത് ഞാൻ വീക്കിലി ഇൻകം മാത്രമേ പറയുന്നുള്ളൂ, പെർഫോമൻസ് പറയുന്നില്ല, ലോയാലിറ്റി ബോണസ് ഇതൊന്നും ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡിംഗ് അല്ല. ഓൺലി വീക്കിലി ഇൻകം മാത്രമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 10 ആളുകൾ വന്നു കഴിഞ്ഞാൽ 1,00,000 രൂപന്റെ ബിസിനസ് ഓർക്ക് 1-ലും ഓർക്ക് 2-ലും മാച്ച് ചെയ്താൽ നിങ്ങളെ വരുമാനം 48,000 രൂപ ഒരു മാസം, ഒരാഴ്ചയിൽ 12,000 രൂപ വരുമാനം. ഇതിൽ നിങ്ങൾക്ക് കൂടുതൽ വരുമാനം വേണോ? നിങ്ങൾ ചെയ്യേണ്ട പണി എന്താ? നിങ്ങൾ ഓർക്ക് 1-ലും ഓർക്ക് 2-ലും 20 പേരെന്ത് ചെയ്യാം? ഈ 10,000 13,000 രൂപന്റെ ബിസിനസ് ക്രിയേറ്റ് ചെയ്യുന്ന 20 പേരെ ക്രിയേറ്റ് ചെയ്തെടുക്കാം. 20 പേരെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ നിങ്ങൾ എന്ത് വേണം? എന്താ വേണ്ടത്? 20 പേരെ ക്രിയേറ്റ് ചെയ്തെടുക്കണം. മൈ ഡിയർ ഫ്രണ്ട്സ്, ഓർക്ക് 1-നും ഓർക്ക് 2-നും 40 പേരെ GTS-നകത്ത് കണക്ട് ചെയ്യാം. എല്ലാ ആഴ്ചയിലും 40 പേര് GTS-നകത്ത് പങ്കെടുക്കേണ്ട. ഓർക്ക് 1-നും ഓർക്ക് 2-നും നിങ്ങൾ ഉറപ്പുവരുത്തിയാൽ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ നിങ്ങളോട് പറയും, നിങ്ങളെ വരുമാനം എത്ര എത്തും? നിങ്ങളെ വരുമാനം 2 ലക്ഷത്തിന്റെ ബിസിനസ് എത്തും. 2 ലക്ഷം BV ഒരാഴ്ചയിൽ. മൈ ഡിയർ ഫ്രണ്ട്സ്, 24,000 രൂപ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാവും. ഒരു മാസം 96,000 രൂപ വരുമാനം ഉണ്ടാവും. മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഒരു മാസം 96,000 രൂപ വരുമാനം ഉണ്ടാവും. സ്റ്റിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഓർക്ക് 1-ലും ഓർക്ക് 2-നും 40 പേരെ കണ്ടിന്യൂസ് ആയിട്ട് GTS-നകത്ത് പങ്കെടുക്കുന്നുണ്ട് ഉറപ്പുവരുത്തിയാൽ മതി. നിങ്ങൾക്ക് ഇനിയും കൂടുതൽ വേണം വരുമാനം. മൈലേജ് ബിസിനസ്സിനകത്ത് ഇതുപോലെ ഇതിലും കൂടുതൽ വരുമാനം ഉണ്ടാണോ? നിങ്ങൾ ഓർക്ക് 1-നും ഓർക്ക് 2-നും 50 പേരെന്ത് ചെയ്യാൻ പറ്റണം? 30 പേരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഈ രീതിയിനകത്തുള്ള 10,000 രൂപന്റെ 10,000 BV ക്രിയേറ്റ് ചെയ്യുന്ന 30 പേരെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം. ഇതാണ് മൈ ഡിയർ ഫ്രണ്ട്സ് ടാർഗറ്റ് ചെയ്യേണ്ടത്. ഇതാണ് ലീഡർഷിപ്പ്. ഒരു വ്യക്തിക്ക് ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ നിങ്ങൾ ശ്രമിച്ചാൽ, നിങ്ങൾ ലീഡർ ആണെങ്കിൽ ഇത് പറ്റും. 30 പേരെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളെ വരുമാനം എത്രയാണ്? 3 ലക്ഷം BV ആണ് മൈ ഡിയർ ഫ്രണ്ട്സ് നിങ്ങളെ വരുമാനം ഒരു വീക്കില്. 36,000 രൂപ ഒരു വീക്ക് വരുമാനം. ഒരു മാസ വരുമാനം എത്രയാണ്? 1,44,000 രൂപ ഒരു മാസ വരുമാനം ഉണ്ടാവും നിങ്ങൾക്ക്. നിങ്ങളെ ഡ്രീംസ് ഫുൾഫിൽ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റൂലേ? നിങ്ങളെ ലൈഫ് സ്റ്റൈല് മാറൂലേ? വേറെ ലെവലിലേക്ക് ബിസിനസ് പോകും. 50 പേരെ ഓർക്ക് 1-ലും ഓർക്ക് 2-ലും നിങ്ങൾ എന്ത് ചെയ്യണം? ഇതുപോലെ 10,000 രൂപന്റെ ബിസിനസ് 10,000 BV ക്രിയേറ്റ് ചെയ്യണേ. 50 പേരെ ഓർക്ക് 1-ലും ഓർക്ക് 2-ലും ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എത്ര ആള് GTS-നകത്ത് പങ്കെടുക്കണം? 150 പേര് മൈ ഡിയർ ഫ്രണ്ട്സ് എന്ത് ചെയ്യണം? ഓർക്ക് 1-നും ഓർക്ക് 2-നും എല്ലാ വീക്കിലും 150 പേര് എന്ത് ചെയ്യണം? GTS-നകത്തേക്ക് പങ്കെടുക്കണം. GTS-നകത്ത് 150 പേര് പങ്കെടുത്താൽ നിങ്ങളെ ബിസിനസ് എത്ര എത്തും? 80,000 8 ലക്ഷത്തിന്റെ ബിസിനസ് വരും. ഓർക്ക് 1-നും ഓർക്ക് 2-ലും 8 ലക്ഷത്തിന്റെ ബിസിനസ് വന്നാൽ 96,000 രൂപ മൈ ഡിയർ ഫ്രണ്ട്സ് ഒരാഴ്ച വരുമാനം ഉണ്ടാവും. മന്ത്ലി വരുമാനം 3,84,000 രൂപ വരുമാനം ഉണ്ടാവും മൈ ഡിയർ ഫ്രണ്ട്സുകൾ. എങ്ങനെ ഉണ്ടാവും? ജീവിതത്തിനകത്ത് സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ പറ്റുമോ? മെർസിഡീസ് ബെൻസ് വാങ്ങാൻ പറ്റുമോ? BMW വാങ്ങാൻ പറ്റുമോ? 4,000 5,000 സ്ക്വയർ ഫീറ്റ് 10,000 സ്ക്വയർ ഫീറ്റിന്റെ വീടിന്റെ പണി തുടങ്ങാൻ പറ്റുമോ? പോരാ. നിങ്ങൾക്ക് ഇനിയും കൂടുതൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്ക് 1-ലും ഓർക്ക് 2-ലും മൈ ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾ 100 പേരെ ക്രിയേറ്റ് ചെയ്യാം. 10,000 BV ക്രിയേറ്റ് ചെയ്യുന്ന 100 പേരെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? മൈ ഡിയർ ഫ്രണ്ട്സ്, അറ്റൻഡ് യുവർ GTS പ്രോഗ്രാമിനകത്ത് എത്ര പേരെ? 250 പേരെ നിങ്ങൾ GTS-ഉമായിട്ട് കണക്ട് ചെയ്യും. ഓർക്ക് 1-നും ഓർക്ക് 2-നും 250 പേരെ റെഗുലർ GTS-നകത്ത് നിങ്ങൾക്ക് പങ്കെടുപ്പിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വരുമാനം 10 ലക്ഷമാണ് ഒരു വീക്കിലി. നിങ്ങളെ ഓടി എത്രയാണ്? 1,20,000 രൂപയാണ് മൈ ഡിയർ ഫ്രണ്ട്സ് ഒരു വീക്കിലി ഇൻകം. ഒരു മന്ത്ലി ഇൻകം നിങ്ങൾക്ക് എത്ര വരുന്നത്? 4,80,000 രൂപയാണ് മൈ ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്? മാസ വരുമാനം കിട്ടുന്നത്. എവിടെ എത്തും? സ്റ്റൈല് മാറുമോ? ലൈഫ് സ്റ്റൈലിന് മാറ്റം ഉണ്ടാവുമോ? നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാളും വലിയ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റൂലേ? പോരഞ്ഞും വേണം. 150 പേരെ ഓർക്ക് 1-നും ഓർക്ക് 2-നും 150 പേരെന്ത് ചെയ്യാം? ഈ 10,000 BV ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളുടെ ക്രിയേറ്റ് ചെയ്തെടുക്കുക. GTS-നകത്തേക്ക് 300 പേരെ പങ്കെടുപ്പിക്കുക. 300 പേരെ GTS-നകത്തേക്ക് പങ്കെടുപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ബിസിനസ് വോളിയം മൈ ഡിയർ ഫ്രണ്ട്സ്
15 ലക്ഷം രൂപന്റെ ബിസിനസ് ഉണ്ടാവും ഒരാഴ്ച. ഓർഗ് 1-ലും ഓർഗ് 2-ലും നിങ്ങളെ വരുമാനം എത്രയാണ്? 1,80,000 രൂപയാണ് മൈ ഡിയർ ഫ്രണ്ട്സ് ഒരാഴ്ച വരുമാനം. ഒരു മാസ വരുമാനം എത്ര? 7,40,000 രൂപ മൈ ഡിയർ ഫ്രണ്ട്സ് നിങ്ങളെ മന്ത്ലി വരുമാനം ഉണ്ടാവും. ഇനിയും വേണോ? ഒരു സ്റ്റെപ്പും പാടാ ഞാൻ പറഞ്ഞുതരാം. 200 പേരെ ഓർഗ് 1-ലും ഓർഗ് 2-ലും 10,000 BV ക്രിയേറ്റ് ചെയ്യുന്ന 200 പേരെ ഓർഗ് 1-ലും ഓർഗ് 2-ലും ക്രിയേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പണി എന്താണ്? 400 പേരെ ഓർഗ് 1-ന്നും ഓർഗ് 2-ന്നും റെഗുലർ GTS പങ്കെടുപ്പിക്കാം. മനസ്സിലാവുന്നുണ്ടോ? റെഗുലർ GTS 400 പേരെ ഓർഗ് 1-ന്നും ഓർഗ് 2-ന്നും പങ്കെടുപ്പിക്കുന്ന സമയത്ത് നിങ്ങളെ ബിസിനസ് വോളി എത്രയെന്നറിയോ? എത്രയാണ്? 20 ലക്ഷം BV ആണ് ഓർഗ് 1-ലും ഓർഗ് 2-ലും ഒരു വീക്കിൽ ക്രിയേറ്റ് ചെയ്യാം. ഒരു വീക്കിൽ കമ്പനിക്ക് ആവശ്യം എത്രയാണ്? 17 ലക്ഷം BV ആണ് ഒരാഴ്ച കമ്പനിക്ക് ആവശ്യമുള്ളത്. എന്ത് കിട്ടാൻ? കമ്പനിന്റെ ഹയസ്റ്റ് ഇൻകം കിട്ടാൻ, 2,10,000 കിട്ടാൻ. 17 ലക്ഷം BV മതി. മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ 200 പേരെ ക്രിയേറ്റ് ചെയ്തെടുത്താൽ 20,000 BV മൈ ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾ ഓർഗ് 1-ലും ഓർഗ് 2-ലും ഒരു വീക്കിൽ വരും. നിങ്ങളെ വരുമാനം 8,40,000 രൂപ കമ്പനിന്റെ ഹയസ്റ്റ് ഇൻകം ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഈ സാധനത്തിനാണ് മൈ ഡിയർ ഫ്രണ്ട്സ് നമ്മൾ പണിയെടുക്കേണ്ടത്. ഇതാണ് നിങ്ങളും ഞാനും ചെയ്യേണ്ട പണികൾ. കാരണം ഈ ബിസിനസ് സിമ്പിളാന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇതാണ്. എന്ത് പറ്റണം? GTS എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവും. GTS ഒരു പ്രോഗ്രാം അവിടെ ഇങ്ങനെ നടക്കും. നമുക്ക് കുറച്ച് വിളിച്ചാൽ വരുന്ന ആൾക്കാരൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ പോകാം. വ്യക്തമായിട്ടുള്ള ടാർഗറ്റും വ്യക്തമായിട്ടുള്ള ഫോക്കസും വ്യക്തമായിട്ടുള്ള ലക്ഷ്യബോധത്തോടു കൂടിയിട്ടാണ് മൈ ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾ പണിയെടുക്കുന്നുണ്ടെങ്കിൽ ഈ GTS എന്നുള്ള ഈ ഒരൊറ്റ പ്രോഗ്രാം ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ 2 ഇയർ 2 വർഷം കൊണ്ട് ഈ ബിസിനസിനകത്ത് കൂടെ നിങ്ങളെ വരുമാനം 2 മുതൽ 5 വർഷം കൊണ്ട്, ഞാൻ കമ്പൽസറി ആയിട്ട് പറയും, 2 മുതൽ 5 വർഷം ഇത് കറക്റ്റ് ഫോളോ ചെയ്താൽ 2,10,000 റെഗുലർ ഈ ബിസിനസിനകത്ത് കൂടെ വരുമാനം കിട്ടാൻ 2 മുതൽ 5 വർഷം മതി. ഇത് ഇന്ന് വന്നാൽ നാളെ തന്നെ ആണ് സാധനം എല്ലാം പറഞ്ഞത്. പക്ഷെ ഇന്ന് പണി തുടങ്ങിയാലേ അടുത്ത 2 മുതൽ 5 വർഷത്തിന്റെ ഉള്ളിൽ നിങ്ങളെ ലൈഫ് സ്റ്റൈൽ ഒരു മാസത്തിൽ 8,40,000 രൂപ വരുമാനം കിട്ടുന്ന ആളുകളായി കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കുക. ഒരു കോൾ വന്നിരുന്നേ, സോറി. 8,40,000 രൂപ വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ ലൈഫ് സ്റ്റൈൽ എന്തായിരിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്കുക. എന്തായിരിക്കും? വേറെ ലെവലായിരിക്കും. ഒരു 5 വർഷം ഈ ബിസിനസിനകത്ത് അരിമുറുക്കി ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വൈ നോട്ട്? എന്തുകൊണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ് നമുക്ക് ചെയ്തുകൂടാ? നമ്മളെ ലൈഫിനകത്ത് എന്ത് കാര്യങ്ങളുണ്ട്? അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ സാധനം. ആദ്യം നമ്മൾ 100% ഇത് നടക്കും എന്നുള്ള വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാകണം. ബിലീഫ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാകണം. ആ വിശ്വാസം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ 100% പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റണം. 110% പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റണം. എന്ത് സാധനത്തിനെ കണ്ടാലും അതിനെ പോസിറ്റീവായിട്ട് കാണാൻ പറ്റണം. അത് നല്ലതിനായിരിക്കും. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ ടീമിനകത്ത് ഏറ്റവും നല്ല ആളുകൾ ബിസിനസ്സിനകത്ത് കടന്നു വന്നു. നിങ്ങളെ മനസ്സിൽ നിങ്ങൾ കാണുന്ന ഏറ്റവും നല്ല ആളുകൾ ബിസിനസ്സിനകത്ത് കടന്നു വന്നത് നിങ്ങൾ വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ടാവും. സ്റ്റിൽ നിങ്ങൾ മനസ്സിലാക്കാത്തത് നിങ്ങൾ വിശ്വസിക്കുന്ന, പക്ഷെ ദൈവത്തിന് അറിയും എന്ത് ഇയാള് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത്. പക്ഷെ അവർ ഈ ബിസിനസ്സിനകത്ത് വന്ന് നിങ്ങൾ ഉദ്ദേശിച്ച ലെവലിൽ ബിസിനസ് വർക്ക്ഔട്ട് ചെയ്യാതെ അവർ ഈ ബിസിനസ്സിനകത്ത് പുറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോസിറ്റീവ് ആണ് ചിന്തിക്കുക, നെഗറ്റീവ് ആണ് ചിന്തിക്കുക. സ്റ്റിൽ മൈ ഡിയർ ഫ്രണ്ട്സ് 90% ആളുകളും 95% ആളുകളും ചിന്തിക്കുന്നത് നെഗറ്റീവ് ആണ്. ഞാൻ ഇത്ര 3 കൊല്ലം 4 കൊല്ലം 2 കൊല്ലം ഒക്കെ പണിയെടുത്തിട്ട് ഇങ്ങനെ ഒരു ടീമും ഒരാളുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഇപ്പൊ അയാൾ വേറെ മറ്റേലേക്ക് പോയി അങ്ങോട്ട് പോയി അയാൾ ശരിയല്ല എന്ന് പറയും നമ്മള്. മൈ ഡിയർ ഫ്രണ്ട്സ്, അതിനെ 100% പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? കാരണം എന്തിന് 100% പോസിറ്റീവായിട്ട് കാണാൻ പറ്റുമെന്ന് ചോദിക്കുന്നത് എന്താണ്? അതിനകത്ത് എന്താ പോസിറ്റീവ്? മൈ ഡിയർ ഫ്രണ്ട്സ്, അയാൾക്ക് ഈ ബിസിനസ് പറ്റൂല എന്നുള്ളത് ദൈവത്തിന് അറിയാം. പക്ഷെ നിങ്ങളെ ഡ്രീമും കാര്യങ്ങളും ഫുൾഫിൽ ചെയ്യാൻ ഇറങ്ങിയ വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ആളെ ദൈവം വേറെ കൊണ്ടുവന്ന് കിട്ടും. ഇയാൾ നിങ്ങൾക്ക് ഭയങ്കര ദുൽമാണ് ഉണ്ടാക്കാൻ പോണത്. ഇയാൾ നിങ്ങൾക്ക് സോറി അത് മുബിൻ സാർ വിളിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നോ പ്രോബ്ലം, കുഴപ്പമില്ല. ഞാൻ ഏതായാലും ഫിനിഷ് ചെയ്തിട്ട് വിളിച്ചോളാം. ഞാൻ പറയുന്ന ഒറ്റ കാര്യം, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ നിങ്ങൾക്ക് പറ്റിയ ആളുകളെ ദൈവം കൊണ്ടുവന്ന് തരും. നിങ്ങൾക്ക് പറ്റിയ ആളുകൾ, അതാണ് മനസ്സിലാക്കേണ്ടത്. അത് ദൈവത്തിനെ അറിയുള്ളൂ, നിങ്ങൾക്ക് അറിയില്ല. ആരെ ഈ ബിസിനസ്സിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്യണം,
ആരെ കൊണ്ട് ബിസിനസ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നുള്ളത് ദൈവത്തിന് വ്യക്തമായിട്ട് അറിയാം. ദൈവത്തിന് വ്യക്തമായിട്ടുള്ള പ്ലാൻ ഉണ്ട് നമ്മളെ കൊണ്ട്. പലപ്പോഴും നമ്മക്കാണ് പ്ലാൻ ഇല്ലാത്തത്, നമ്മളാണ് പ്ലാനിങ്ങിൽ മിസ്സായി പോണത്. പക്ഷെ നമ്മളൊരു റെഗുലർ പ്ലാനിനകത്ത് കൂടെയാണ് പോണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച പ്ലാനിലേക്ക് ദൈവങ്ങൾ എത്തിച്ചു തരും. അതിനാണ് നിങ്ങൾ 100% പോസിറ്റീവായിട്ട് ചിന്തിക്കേണ്ടത്. എന്നിട്ടാണ് നിങ്ങൾ പ്രവർത്തനത്തിലേക്ക് കടക്കേണ്ടത്. അവിടെയാണ് കമ്മിറ്റ്മെന്റ് വേണ്ടത്. വാട്ട് ടു ഡു, ഡു വാട്ട് ടു സേ. എന്താണ് പറയുന്നത് ചെയ്യണം, പറയുന്നതേ ചെയ്യാൻ പാടും. പറയുന്നത് ചെയ്യും വേണം. ചെയ്യണത് എന്ത് ചെയ്യണം? പറയുന്നത് ചെയ്യണം, ചെയ്യണതേ പറയാൻ പാടുള്ളൂ. അതാണ് ലൈഫിനകത്ത് വേണ്ടത്. ആ ഒരു കമ്മിറ്റ്മെന്റ് ബിസിനസ്സിനകത്ത് നിങ്ങൾ ടീമിനോടും നിങ്ങളെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനോട് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റി കഴിഞ്ഞാൽ ഈ ബിസിനസ്സിനകത്ത് നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാളും വലിയ അച്ചീവ്മെന്റ്സ് നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാളും നേരത്തെ വരും. കാരണം എന്തുകൊണ്ട് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞേ, ഈ ഒരു ബിസിനസ് ലെവലിലേക്ക് നിങ്ങൾക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് ഞാനിപ്പോ 2,10,000 വരെ കിട്ടാനുള്ള ഒരു പ്ലാനാണ് തന്നത്. നിങ്ങൾക്ക് 2,10,000 താല്പര്യ, നിങ്ങൾക്ക് ആവശ്യം എത്രയാണ്? 1 ലക്ഷമാണ്. ഒരു മാസത്തിൽ 50,000 രൂപ നിങ്ങൾ അറ്റൻഡ് ചെയ്യിപ്പിക്കും. 1 ലക്ഷം നിങ്ങൾ വീക്കിനകത്ത് 25,000, 25 ആളുകൾ, 25 50 ആളുകൾ എന്ത് ചെയ്യും? നിങ്ങൾ GTS-നകത്ത് എല്ലാ ആഴ്ചയും പങ്കെടുപ്പിക്കും. നിങ്ങൾക്ക് വരുമാനം കൂടുതൽ വേണം, നിങ്ങൾ എന്ത് ചെയ്യും? അതിൽ കൂടുതൽ ആളുകൾ 50 ആൾക്കാരെ ഓർക്ക് വേണ്ടുന്ന ഓർക്ക് ചൂന്നും പങ്കെടുപ്പിക്കുക റെഗുലർ ആയിട്ട്. GTS എന്നുള്ള പ്രോഗ്രാമിനകത്തേക്ക് നമ്പേഴ്സിന്റെ എണ്ണം മാത്രം കൂട്ടിയാൽ മതി ഫ്രണ്ട്സ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളുടെ ലൈഫ് മാറ്റാൻ. കാരണം ലോക ഡയറക്ട് സെല്ലിങ്ങിന്റെ ഹിസ്റ്ററിനകത്ത് മാറ്റിയിട്ടുള്ള പ്രോഗ്രാമാണ് വീക്ക്ലി ഫംഗ്ഷൻ. ലോക ഡയറക്ട് സെല്ലിങ്ങിനകത്ത്, അല്ലാതെ ഇന്ത്യൻ ഡയറക്ട് സെല്ലിങ്ങിനകത്ത്, വേൾഡ് ഓവറിലെ ലോക ഡയറക്ട് സെല്ലിങ്ങിന്റെ ഹിസ്റ്ററിനകത്ത് മാറ്റം കുറിച്ചിട്ടുള്ള ഒരേ ഒരു പ്രോഗ്രാമാണ് വീക്ക്ലി ഫംഗ്ഷൻ. ആ വീക്ക്ലി ഫംഗ്ഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നെഞ്ചിലേറ്റാൻ പറ്റണം. ഞാൻ ഇന്നും മൈലേജ് ബിസിനസിനകത്ത് കൂടെ എന്തെങ്കിലും ആയിട്ടില്ലെങ്കിൽ ആ വീക്ക്ലി ഫംഗ്ഷൻ പ്രൊമോട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. വീക്ക്ലി ഫംഗ്ഷനകത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? മാക്സിമം നമ്പേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പങ്കെടുക്കാൻ പറ്റണം. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏക കാര്യത്ര മാത്രമേ ഉള്ളൂ, നിങ്ങളെ ലൈഫിനകത്ത് ഈ 2025-26 ഒരു ഹ്യൂജ് മാറ്റം ഡയറക്ട് സെല്ലിങ്ങിനകത്ത് ഇന്ത്യയിൽ നടക്കും, എസ്പെഷ്യലി കേരളത്തിലും നടക്കും. ഇന്ത്യൻ ഡയറക്ട് സെല്ലിങ്ങിന്റെ ഹിസ്റ്ററി മാറ്റി കുറിക്കുന്ന ഒരു ദിവസമാണ് എന്ത് ഇനി ഇവിടുന്ന് വരുന്ന ഓരോ ദിവസങ്ങളും. അതിനകത്ത് നിങ്ങളെ കഴിവിന്റെ സ്കില്ലിന്റെ പരമാവധി നിങ്ങൾ ഉപയോഗപ്പെടുത്തി എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് ഉണ്ടായാൽ മതി. നിങ്ങൾ ആദ്യം ബോധ്യപ്പെടുത്തണ്ട, നിങ്ങൾ അപ്ലൈനെ ബോധ്യപ്പെടുത്തണ്ട, കമ്പനീനെ ബോധ്യപ്പെടുത്തണ്ട, നിങ്ങളെ ഡൗൺലൈനെ ബോധ്യപ്പെടുത്തണ്ട, ഒരാളും വലിയ ഫ്രണ്ട്സ് നിങ്ങളെ ബോധ്യപ്പെടുത്തണ്ട. നിങ്ങൾ ബോധ്യപ്പെടുത്തേണ്ട ഏക കാര്യം നിങ്ങളാണ്. ഞാൻ എന്റെ ബിസിനസിനകത്ത് ഞാൻ ഇന്ന് എന്തൊക്കെ ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് എന്നെ ബോധ്യപ്പെടുത്തിയാൽ മതി, എനിക്ക് വേറൊരാളും ബോധ്യപ്പെടുത്തണ്ട. നിങ്ങൾ നിങ്ങളെ കഴിവിന്റെ പരമാവധി ഉപയോഗപ്പെടുത്തി എന്നുള്ള 100% നിങ്ങളെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ബിസിനസിനകത്ത് 5 മുതൽ 10 ആക്ടിവിറ്റീസ് ഡെയിലി ബിസിനസിനകത്ത് ഇടുന്ന വ്യക്തിയായിരിക്കണം. ഫുൾ ടൈമറായിട്ട് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ, പാർട്ട് ടൈമറായിട്ട് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ 3 മുതൽ 5 ആക്ടിവിറ്റീസ് ഡെയിലി ബിസിനസിനകത്ത് ഇടണം. ഫുൾ ടൈം ആയിട്ട് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ 5 മുതൽ 10 ആക്ടിവിറ്റീസ് ഡെയിലി മൈലേജ് ബിസിനസിനകത്ത് ഇട്ടോളണം. ഇട്ടിട്ട് മടിയാ ഫ്രണ്ട്സ് നിങ്ങൾ ഈ കമ്മിറ്റ്മെന്റോട് കൂടിയിട്ട് GTS-നകത്ത് പ്രൊമോട്ട് ചെയ്തിട്ട് ബിസിനസ് ക്രിയേറ്റ് ചെയ്തെടുത്തിട്ട് കിട്ടിയിട്ട് നിങ്ങൾ വരിന്റെ അടുത്തേക്ക് ഞാൻ നിങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി തരും. കാരണം അത് ഈ ബിസിനസിന്റെ പ്രോസസ്സാണ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളോട് പറയാനുള്ള ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് കറക്റ്റ് ഫോളോ ചെയ്യാം ഓരോ കാര്യങ്ങളും. ഇന്നത്തെ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് ബൂമിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, GTS ആയാലും നിങ്ങൾ അപ്ലൈന്റെ പ്രോഗ്രാം, ഏത് പ്രോഗ്രാമിനകത്ത് മാക്സിമം ഒരു പ്രോഗ്രാം കമ്പനി വെക്കുന്നുണ്ടോ, നിങ്ങൾ അപ്ലൈ വെക്കുന്നുണ്ടോ, GTS നടക്കുന്നുണ്ടോ, ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്പർ കയറേണ്ടത് ഇന്റേതാണെന്നുള്ള നിങ്ങൾ തീരുമാനം. ഈ വോയിസ് കേൾക്കൊണ്ടിരിക്കുന്ന എത്ര പേരുണ്ട്? ഒരു 300 ചില ആൾക്കാർ, 314 ആൾക്കാർ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ 313 ആളുകൾ, 314 ആളുകൾ എന്റെ സംഭവം എന്താണെന്നറിയോ? അപ്ലൈന് ഒരു പ്രോഗ്രാം വെച്ച്, കമ്പനി ഒരു പ്രോഗ്രാം വെച്ച്, ഓർഗനൈസേഷൻ ഒരു പ്രോഗ്രാം വെക്കുന്നുണ്ടെങ്കിൽ ആ പ്രോഗ്രാമിനകത്ത് ഏറ്റവും കൂടുതൽ നമ്പർ കയറുന്നത് ഇന്റേതാവും. എന്നിട്ട് അവിടെ ഏറ്റവും കൂടുതൽ നമ്പർ കയറിയിട്ടുള്ള രീതിയിനകത്ത് നമുക്ക് അവിടെ പ്രൗഡോടുകൂടി നിൽക്കാൻ പറ്റണം. അതാണ് മീഡിയ ഫ്രണ്ട്സ് ബിസിനസ്. അതാണ് പ്രൗഡ്, അതാണ് കമ്മിറ്റ്മെന്റ്, അതാണ് കൺസിസ്റ്റൻസി, അതാണ് ഹാർഡ് വർക്ക്. അതിന്റെ റിസൾട്ട് അവിടെ നിൽക്കുമ്പോഴാണ്. ഒരു GTS-നകത്ത് നിൽക്കുന്ന സമയത്തും, അപ്ലൈന്റെ ഒരു പ്രോഗ്രാം നിൽക്കുന്ന സമയത്തും, കമ്പനിന്റെ ഒരു പ്രോഗ്രാം നടക്കുന്ന സമയത്തും, ഓർഗനൈസേഷന്റെ ഒരു പ്രോഗ്രാം നടക്കുന്ന സമയത്ത് സക്സസ് ബെറി, നിങ്ങൾ ഏത് ഓർഗനൈസേഷൻ സക്സസ് ബെറി ആയാലും ശരി, അതുപോലെ തന്നെ നിങ്ങളെ പേഴ്സണൽ ടീമിന്റെ, നിങ്ങളെ അപ്ലൈന്റെ ടീമിന്റെ പ്രോഗ്രാം നടക്കുകയാണെന്നുണ്ടെങ്കിലും, ഏത് പ്രോഗ്രാമിനകത്ത് നിൽക്കുന്ന സമയത്ത്, നിങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്ത് ഐ ആം റിയലി ആം പ്രൗഡ്. കാരണം എന്താ, ഈ ഹോളിനകത്ത് ഏറ്റവും കൂടുതൽ കയറിയിട്ടുള്ളത് ഇന്ത്യ ടീമിനകത്ത് നിന്നുള്ള ആ പ്രൗഡോടുകൂടി നിൽക്കാൻ പറ്റണം. അൽത്താഫ് പലപ്പോഴും
പ്രൗഡ് അതാണ്. ഒരു പ്രോഗ്രാം സക്സസ് ബറി വെക്കുമ്പോൾ അതിന് ഏറ്റവും കൂടുതൽ നമ്പർ ഉണ്ടാവണം. ഞാൻ അതാണ് പ്രൗഡാണ്. നിങ്ങൾ ഓരോ വ്യക്തികളും പ്രൗഡായിട്ട് അതിലാണ്. അങ്ങനെ ഒരു പ്രൗഡോട് കൂടിയിട്ട് ഈ ബിസിനസ് ഒരു 2 മുതൽ 5 വർഷം ഏറ്റെടുത്ത് നോക്കി അത്ഭുതങ്ങൾ മീഡിയ ഫ്രണ്ട്സ് ഉണ്ടാവും, മിറാക്കൾ ഉണ്ടാവും. കഴിഞ്ഞ 6-5-6 വർഷത്തിന്റെ ഉള്ളിൽ ഞാൻ എന്തൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ ആ ക്രിയേറ്റ് ചെയ്തൊക്കെ ദൈവം തന്നത് ഇങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് എടുത്തുകൊണ്ടാണ്. സോ ഇങ്ങനത്തെ ഒരു കമ്മിറ്റ്മെന്റ് എടുക്കാനും ഈ ബിസിനസ്സിനകത്ത് കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാനും ലക്ഷ്യത്തിലേക്ക് പ്രോപ്പറായിട്ട് എത്തിക്കാനും ദൈവങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വാക്കുകൾ ഞാൻ എന്ത് ചെയ്തു കൺക്ലൂഡ് ചെയ്യുന്നു. നാളെ നല്ലൊരു ലീഡറുമായിട്ട് നാളെ ഐഫ്ലൈ മീറ്റിങ്ങിനകത്ത് വരുന്നതാണ്. ആ മീറ്റിംഗിന് ഐഫ്ലൈ മീറ്റും ശരിക്കും ഞാൻ പറയുന്നത് നമുക്കൊരു 500 പേരൊക്കെ കയറ്റാൻ പറ്റിയ കപ്പാസിറ്റിനകത്തുള്ള ടീം നമ്മളുണ്ട്. പ്രൊമോട്ട് ചെയ്യാം, ഒരു പ്രോഗ്രാം പ്രൊമോട്ടർ നിങ്ങളാണ്ടോ. ഐഫ്ലൈ മീറ്റിങ്ങിനകത്തും ഏറ്റവും കൂടുതൽ നമ്പർ കയറുന്നത് നിങ്ങളാണെന്നുള്ള നിങ്ങൾ ബോധ്യപ്പെടുത്തുക. ഓരോ മീറ്റിങ്ങിനകത്തും നമ്പർ, ഇത് നമ്പേഴ്സ് ഗെയിമാണ്, ഡയറക്ട് സെല്ലിംഗ്. അതുകൊണ്ട് തന്നെ മാക്സിമം നമ്പേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റുക, നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാം. മാക്സിമം ആളുകളെ പ്രോഗ്രാമുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഏറ്റവും ഹ്യൂജ് ടീം 2024-ഉം 2025-ഉം 2026-ഓടും കൂടി നമ്മൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ സെറ്റിൽ ആയിക്കോളാം. അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചു നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.